ഹലോ മൈ ഡിയർ ഫ്യൂച്ചർ ടീച്ചേഴ്സ്. അപ്പൊ എല്ലാവർക്കും ബയോഫെലോയുടെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് വെൽക്കം. അപ്പം ഇന്ന് നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോർഫോളജിയുടെ ഞാൻ ഓർക്കുന്നുണ്ട്, മോർഫോളജിയുടെ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? എന്താണ് ഒരു ലീഫിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ലീഫ് ലാമിന എന്ന് പറയുന്നത് എന്താണ്, പരന്ന കളറിൽ പച്ച കളറിലുള്ള ഭാഗം ഫോട്ടോസിന്തസിസ് നടക്കുന്ന ഭാഗമാണ് ലാമിന അല്ലെങ്കിൽ ലീഫ് ബ്ലേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാമിനയെ നമ്മുടെ കാണ്ഡം സ്റ്റെമ്മുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ ഇലഞ്ഞെട്ട് അല്ലെങ്കിൽ പീറ്റിയോൾ എന്ന് പറയുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ, പീറ്റിയോൾ ഉള്ള ലീഫ് ഇല്ലാത്ത ലീഫ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ക്ലാസ് കാണാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രോപ്പർ ആയിട്ട് കാണാം. ഓക്കെ, എന്നിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരിക. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണോ പഠിച്ചു നിർത്തിയത് അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ് കാണാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് വാച്ച് ദാറ്റ് ക്ലാസ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇന്നത്തെ ഈ ഒരു ക്ലാസ് കാണാൻ വരിക. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ എന്റെ എല്ലാ മക്കൾക്കും പുതിയ ക്ലാസ്സിലേക്ക് വെൽക്കം. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം. മോർഫോളജി എന്താന്ന് ഒന്നുകൂടി ടീച്ചർ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വാട്ട് ഇസ് മോർഫോളജി? ആർക്കെങ്കിലും ഒക്കെ പറയാമോ, കമന്റ് ചെയ്യാമോ? എന്താണ് മോർഫോളജി എന്ന് പറയുമ്പം? മോർഫോളജി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു മോർഫോളജി ഓഫ് എ പ്ലാന്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സസ്യത്തിന്റെ പുറം ഘടനയെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മോർഫോളജി എന്ന് പറയുന്ന ഈ ഒരു ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. അതായത് ഒരു സസ്യത്തിന്റെ പുറം ഘടനയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മോർഫോളജി എന്ന് പറയുക. അനാട്ടമി ആണെങ്കിൽ എങ്ങനെയാണ്? അനാട്ടമി ആണെങ്കിൽ ഉള്ളിലെ കാര്യങ്ങൾ പഠിക്കുന്നതാണ്. സോ അനാട്ടമിയുടെ കേസിൽ വി നീഡ് ടു യൂസ് എ മൈക്രോസ്കോപ്പ്. നമ്മളൊരു മൈക്രോസ്കോപ്പ് ഒക്കെ ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് അനാട്ടമിയുടെ കേസിൽ വിജയിച്ചു പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പഠിച്ചു പോകാൻ പറ്റുള്ളൂ. മോർഫോളജി അങ്ങനെയല്ല, നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് എന്തെന്ന് പറയാ? മോർഫോളജി. ഓക്കെ, പുറമേയുള്ള ഘടന എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ നമുക്ക് നോക്കാം. മോർഫോളജിയിൽ നമ്മൾ ആരെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു, അല്ലെങ്കിൽ ആരെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്? നമുക്ക് സ്റ്റെമ്മിനെ കുറിച്ച് പഠിക്കണം, ലീഫിനെ കുറിച്ച് പഠിക്കണം, റൂട്ടിനെ കുറിച്ച് പഠിക്കണം, ഫ്രൂട്ടിനെ കുറിച്ച് പഠിക്കണം, ഫ്ലവറിനെ കുറിച്ച് പഠിക്കണം, അല്ലെ? യെസ്. അപ്പൊ നമുക്ക് ആദ്യമേ തുടങ്ങുമ്പോഴേ നമുക്ക് സിലബസിൽ ഉണ്ടായിരുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീവ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ലീഫ് എന്താണെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷനും അതിന്റെ ടൈപ്സ് എങ്ങനെയാണെന്നുള്ളതും. അപ്പം കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ ലീഫ് എന്താണെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീവ്സിനെ കുറിച്ചിട്ടാണ് പറയുക. ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു നിർത്തിയ സ്ലൈഡ് എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടോ? വല്ലതും ഓർമ്മയുണ്ടോ എന്റെ കുട്ടികൾക്ക്? സിരാവിന്യാസം, വീനേഷൻ ഓർമ്മയുണ്ടെങ്കിൽ പോരട്ടെ. എന്താണ് മക്കളെ സിരാവിന്യാസം എന്ന് പറയുന്നത്? ഒരു ലീഫില് ഒരു പ്രധാന സിര ഉണ്ടാവും, അല്ലെ? ഒരു ലീഫ് ആകുമ്പോൾ ആ ലീഫിൽ ഇതുപോലെ ഒരു പ്രധാന സിര ഉണ്ടാവും. ആ പ്രധാന സിരയിൽ നിന്നും ചെറിയ ചെറിയ ലഘുസിരകൾ, ചെറിയ ചെറിയ സിരകൾ ഉണ്ടാവും. ഓക്കെ, ഈ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വീനേഷൻ അല്ലെങ്കിൽ സിരാവിന്യാസം എന്ന് പറയുന്നത്. ഈ സിരാവിന്യാസം തന്നെ പല തരത്തിലാണ്. എല്ലാ ലീഫും ഒരുപോലെയല്ലല്ലോ, അല്ലെ? ഇപ്പൊ നമ്മുടെ കേസ് എടുക്കുകയാണെങ്കിലും എല്ലാ കുട്ടികളും, നമ്മുടെ ഈ ഭൂലോകത്തുള്ള എല്ലാ കുട്ടികളും കാണാൻ ഒരുപോലെയാണോ ഇരിക്കുക? അല്ല, എല്ലാരും തന്നെ ഡിഫറെന്റ് ആണ്, അല്ലെ? യെസ്. അപ്പൊ അതുപോലെ തന്നെ ഓരോ പ്ലാന്റും ഡിഫറെന്റ് ആണ് മക്കളെ, അല്ലെ? നമ്മുടെ ചുറ്റുമുള്ള, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടില് മടിയും പിടിച്ച് കുത്തി ഇരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചുറ്റുപാടുമുള്ള ലീഫും അതുപോലെ തന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നടക്കുക. ചിലപ്പോൾ വീട്ടുകാരൊക്കെ പറയും, എന്തോ എന്റെ കുട്ടിക്ക് എന്തോ പറ്റിയല്ലോ, എന്താ പ്രശ്നം എന്നൊക്കെ ചിന്തിക്കും. വിട്ടുകളാ, നമുക്ക് വേണ്ടത് HS നാച്ചുറൽ സയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങോട്ട് ഇറങ്ങണം? പ്രകൃതിയിലേക്ക് ഇറങ്ങണം. ഓക്കെ, സോ നോക്കിക്കോളൂ. സിരാവിന്യാസം, വീനേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് കുട്ടികൾ മനസ്സിലാക്കി വെച്ചോളണം. ഓക്കെ അല്ലേ? അത് റെട്ടിക്കുലേറ്റും ഉണ്ട്, പാരലലും ഉണ്ട്. റെട്ടിക്കുലേറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? റെട്ടിക്കുലേറ്റ് എന്ന് പറയുമ്പോൾ ഏത് രീതിയിൽ വരുന്നു? റെട്ടിക്കുലേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ജാലിക സിരാവിന്യാസം എന്നാണ് അതിന് മലയാളത്തിൽ നമ്മൾ പറയാ. ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ് ഇത് മോസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, യൂണികോസ്റ്റേറ്റും അതുപോലെ തന്നെ മൾട്ടി കോസ്റ്റേറ്റും. യൂണികോസ്റ്റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ മിഡ് റിബ്, പ്രധാന സിര എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. മൾട്ടി കോസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പ്രധാന സിര എന്ന് പറയുന്നത് എന്താണ്? ഒന്നിലധികം പ്രധാന സിരകൾ ഉണ്ടാവും. എഗെയിൻ അതും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഡൈവേർജന്റ് എന്നും കൺവേർജന്റ് എന്നും. മൾട്ടി കോസ്റ്റേറ്റ് ഡൈവേർജന്റ് ആൻഡ് മൾട്ടി കോസ്റ്റേറ്റ് കൺവേർജന്റ്. മൾട്ടി കോസ്റ്റേറ്റ് കൺവേർജന്റ് എന്ന് പറയുകയാണെങ്കിൽ നോക്കി, നമ്മുടെ
ചെമ്പരത്തിയുടെ ഒക്കെ കേസില് കണ്ടോ, എല്ലാ പ്രധാന സിരകളും ഒരു പോയിന്റിലേക്ക് ഒന്ന് ഒത്തുകൂടുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കൺവേർജന്റ്. അപ്പൊ ഡൈവേർജന്റ് എന്തായിരിക്കും, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഡൈവേർജന്റ് എക്സാമ്പിൾ പഠിക്കുക. കോട്ടൺ വരുന്നുണ്ട്, കുക്കുർബിറ്റ, ഓക്കെ, നമ്മുടെ കുക്കുംബർ ഇല്ലേ, വെള്ളരി, അതൊക്കെ എക്സാമ്പിളും വരുന്നുണ്ട്. കുട്ടികൾ അതൊന്നും ഓർത്തിരിക്കുക. ഇതുപോലെ തന്നെയാണ് പാരലൽ വിനേഷന്റെ കേസ് പറയുമ്പോഴും. പാരലൽ, ആ വേർഡിൽ നിന്ന് തന്നെ സംഭവം നമുക്ക് കിട്ടി, സമാന്തര സിരാവിന്യാസം. അതായത് എന്താണ്, ഇങ്ങനെ പാരലലി പോയേക്കാണ്, പാരലലി പോയേക്കാണ്. അതായത് പാരലലി എന്ന് പറയുമ്പോൾ ടീച്ചർ ഇപ്പൊ ഈ വരച്ച വരെയൊന്നും പാരലലി അല്ല, പക്ഷെ പാരലലി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഒരിക്കലും കൂട്ടിമുട്ടാത്തവർ ഇല്ലേ. ചിലരുടെ ജീവിതത്തിൽ അങ്ങനെ ചിലത് സംഭവിക്കാറുണ്ട് അല്ലെ. ചിലരൊക്കെ പരസ്പരം വലിയ ഇഷ്ടത്തിലൊക്കെ ആയിരിക്കും, പക്ഷെ അവർക്ക് ഒന്നിക്കാൻ വിധി ഉണ്ടാവില്ല അല്ലെ. ഒരിക്കലും കൂട്ടിമുട്ടാൻ പറ്റാതെ അവരെങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലെ. അതേപോലെയൊക്കെ തന്നെയാണ് ഇവിടെ പാരലൽ വിനേഷം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്റെ കുട്ടികള് ചിലരൊക്കെ ഇപ്പൊ നിങ്ങളുടെ കോളേജ് കാലഘട്ടത്തിലേക്ക് പോയി കാണും, പോകണ്ട, തിരിച്ചു പോരൂ. പാരലൽ വിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സമാന്തര സിര വിന്യാസം എന്നാണ് പറയുക. എന്താണ്, സമാന്തര സിര വിന്യാസം. അത് രണ്ടു തരത്തിലുണ്ട്, യൂണികോസ്റ്റേറ്റ് ഉണ്ട്, മൾട്ടി കോസ്റ്റേറ്റ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. ക്ലിയർ ആണല്ലോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക് ആണ് കേട്ടോ കുട്ടികളെ. ദാറ്റ് ഇസ് വിവിധ തരം ഇലകൾ. ഇലകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീവ്സ്. ലീവ്സ് പലതരത്തിലുണ്ട്. എങ്ങനെയാണുള്ളത്, എങ്ങനെയായിരിക്കും മക്കളെ ലീവ്സ് പലതരത്തിലുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പം ടീച്ചർ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വേഗം ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുക, പോസ് ചെയ്യുക, പറമ്പിലേക്ക് ഇറങ്ങുക, ഒരു ചെമ്പരത്തിയുടെ ഇല ഇങ്ങ് പറിക്കുക, ഒരു കറിവേപ്പിന്റെ ഇല ഇങ്ങ് പറിക്കുക. കറിവേപ്പിന്റെ തണ്ടും ചെമ്പരത്തിയുടെ ഇലയും പറിച്ചു കൊണ്ടുവന്ന് വെച്ചോ. വച്ചു കഴിഞ്ഞിട്ട് ഇനി ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഓക്കെ, അപ്പൊ വിവിധ തരം ഇലകൾ എന്ന് പറയുമ്പം ലഘു ഇല എന്നും നമുക്ക് പറയാൻ പറ്റും, സംയുക്ത ഇല എന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇലകൾ എത്ര തരം ഉണ്ട്, ലഘു ഇലയും ഉണ്ട്, സംയുക്ത ഇലയുണ്ട്. ലഘു ഇല എന്ന് പറയുമ്പോൾ സിമ്പിൾ ലീഫ്, വളരെ സിമ്പിൾ ആണ് അല്ലെ. അതായത് എന്താണ്, ഇതിപ്പോ സപ്പോസ് ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു സ്റ്റെം ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അതിൽ നിന്ന് ഇങ്ങനെ പീറ്റോള് വന്നിട്ട് ഒറ്റ ഒരു ഇല മാത്രമാണ് ഫോം ചെയ്തിട്ടുള്ളെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, സിമ്പിൾ ലീഫ് എന്ന് പറയാം. ഇവർക്ക് പ്രത്യേകിച്ച് ആഡംബരവും ആർഭാടവും ഒന്നുമില്ല. ഇവർ വളരെ വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവരെന്താണ്, സിമ്പിൾ ലീഫ് എന്നാണ് നമ്മൾ ഇവരെ വിളിക്കുക. ലഘു ഇല, സിമ്പിൾ ലീഫ്. ക്ലിയർ അല്ലേ കുട്ടികളെ. ചെമ്പരത്തി എന്താണ്, അപ്പം ഒരു സിമ്പിൾ ലീഫാണ്. ചെമ്പരത്തി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ലീഫാണ്. ഓക്കെ, റെട്ടിക്കുലേറ്റ് വിനേഷ്, അതായത് ജാലിക സിര വിന്യാസത്തിലെ നമ്മുടെ മൾട്ടി കോസ്റ്റേറ്റ് കൺവേർജന്റിന്റെയും കൂടി എക്സാമ്പിളും കൂടിയാണ് ആര്, നമ്മുടെ ചെമ്പരത്തി. ചെമ്പരത്തി നിസ്സാരക്കാരനല്ല. നമ്മൾ വെറുതെ പറമ്പിലൊക്കെ കാണുമ്പോ ഈ ചെമ്പരത്തിയൊക്കെ തലയിൽ വെച്ച് കിടന്ന എന്താണ് കുറച്ച് മാനസിക പ്രശ്നങ്ങളുള്ളവർ ചെമ്പരത്തി വെച്ച് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് പഴയ സിനിമയിലൊക്കെ ഓരോരോ തോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചെമ്പരത്തി അങ്ങനെയാണോ, അല്ല. ചെമ്പരത്തി വേറെ ലെവലാണ്. അപ്പൊ നോക്കിക്കോളൂ, ലഘു ഇല എന്ന് പറയുന്നത് എന്താണ്, സിമ്പിൾ ലീഫ് എന്ന് പറയുന്നത് ഇതാണ്. അടുത്തത് വരുന്നതാണ് മക്കളെ സംയുക്ത ഇല. കറിവേപ്പില പറിച്ചുകൊണ്ട് വന്ന കുട്ടികളെ, കറിവേപ്പില എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്, കറിവേപ്പില. അപ്പൊ നിങ്ങളോട് അമ്മ പറയാണ്, മോനെ നമുക്ക് മീൻ കറിയിൽ ഇടാൻ ഇത്തിരി കറിവേപ്പില പറിച്ചിട്ട് വരൂ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പോയിട്ട് ഓരോ കറിവേപ്പില നുള്ളി നുള്ളിയാണോ പറിച്ചിട്ട് വരിക, അല്ല. അതെന്ത് ചെയ്യും, നിങ്ങൾ ഈ അറ്റത്തുനിന്നേ പൊട്ടിച്ചിട്ട് വരും അല്ലെ. അതായത് ഇതാണ് ബ്രാഞ്ച് എങ്കിൽ നിങ്ങൾ ഈ അറ്റത്തുനിന്ന് ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് വരും. അങ്ങനെയല്ലേ വരുന്നത്. യെസ്. അപ്പൊ ഒരു കൂട്ടം ഇലകളെയാണ് എന്തെന്ന് പറയാ, സംയുക്ത ഇല, കോമ്പൗണ്ട്. ഒരു കൂട്ടം ഇലകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സംയുക്ത ഇല എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കോമ്പൗണ്ട് ലീഫിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാ, ഇവിടെ നമ്മുടെ പീറ്റിയോളിന് പകരം മറ്റൊരാളാണുള്ളത്. ആരാന്നറിയാമോ, റാച്ചിസ് എന്നാണ് ആളെ പറയുക. മക്കളെ കണ്ടോ, നടുക്ക് കണ്ടോ നീണ്ടു പോകുന്നൊരു ചേട്ടൻ, അതിനെയാണ് പറയുന്നത് റാച്ചിസ്. ആ റാച്ചിസിൽ നിന്നാണ് എന്ത് വരുന്നത്, പീറ്റിയോള് വരുന്നതും കുഞ്ഞു കുഞ്ഞു ഇലകൾ വരുന്നതും. ക്ലിയർ ആണോ മക്കളെ, ക്ലിയർ ആണോ. അതായത് ഇത് നമ്മുടെ പ്രധാന സ്റ്റെം ഇതാണ്. അവിടെ നിന്ന് റാച്ചിസ് ഫോം ചെയ്തു, ആ റാച്ചിസിൽ നിന്ന് പീറ്റിയോള് ഫോം ചെയ്തു, ആ പീറ്റിയോളിൽ നിന്ന് എന്ത് ഫോം ചെയ്തു, ഇലകൾ ഫോം ചെയ്തു. ക്ലിയർ ആണോ. അപ്പൊ ഒരു കൂട്ടം ഇലകളാണ് എന്തെന്ന് പറയുന്നത്, സംയുക്ത ഇല എന്ന് പറയുന്നത്. സംയുക്ത വർമ്മേനെയോ അല്ലെങ്കിൽ സമൃദ്ധ സുനിലിനെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, സംയുക്ത വർമ്മയാണ് ബെറ്റർ. ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ സംഭവം കിട്ടിയോ. വിവിധ തരം ഇലകൾ, ലഘു ഇല എങ്ങനെയാണ്, സംയുക്ത ഇല എങ്ങനെയാണ്. ഓക്കെ, ഇനി കോമ്പൗണ്ട് ലീഫില് അക്ഷീയ മുകുളം,
കാണാറില്ല. അക്ഷീയ മുകുളം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഓക്സിലറി ബഡ്. ടീച്ചർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്സിലറി ബഡ് എന്താണെന്ന്? ആ പറയുന്ന ഓക്സിലറി ബഡ് എവിടെ ഇല്ല? മിക്കപ്പോഴും നമ്മൾ സംയുക്ത ഇലകളിൽ അത് കാണാറില്ല. ഈ ചെമ്പരത്തിയുടെ ഒക്കെ കേസിലാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് അക്ഷീയ മുകുളം ഒക്കെ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരും. പക്ഷേ കോമ്പൗണ്ട് ലീഫ് കറിവേപ്പിന്റെ ഒക്കെ ഇലകളിൽ നമുക്ക് അക്ഷീയ മുകുളം കാണാൻ സാധിക്കില്ല. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. യെസ്. സോ നമ്മൾ പോവാണ്. ഇനിയും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു തീരാനുള്ളതാണ് നമ്മുടെ ജീവിതം. നമ്മളുടെ ലക്ഷ്യം HSI നാച്ചുറൽ സയൻസോ ക്ലാസിഫിക്കേഷൻസ് ഒന്നും നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. കുട്ടികൾ ഇങ്ങോട്ട് വരൂ, സംയുക്ത ഇലകളെ തന്നെ വീണ്ടും നമുക്ക് തരംതിരിക്കാം. ഓക്കെ, അതാണ് പിന്നേറ്റിലി സംയുക്ത ഇല ആൻഡ് പാമേറ്റിലി സംയുക്ത ഇല. ഓക്കെ, എങ്ങനെ തരംതിരിക്കാം? സംയുക്ത ഇല, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ലീവ്സിനെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം? പിന്നേറ്റിലി സംയുക്ത ഇല, പിന്നേറ്റിലി കോമ്പൗണ്ട് ലീഫ് എന്നും പാമേറ്റിലി കോമ്പൗണ്ട് ലീഫ് എന്നും നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഓക്കെ, പിന്നേറ്റിലി എന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ് മക്കളെ. നമ്മുടെ കറിവേപ്പും ആര്യവേപ്പും ഒക്കെ തന്നെയാണ് എന്ന് പറയാ പിന്നേറ്റിലി സംയുക്ത ഇലകൾക്ക് ഉദാഹരണം വരിക. അതായത് ആ ഒറ്റ റാച്ചസ് ഇങ്ങനെ പോകുന്നു, ആ റാച്ചസിൽ നിന്ന് സിമ്പിൾ ഇലകൾ ഇങ്ങനെ ഫോം ചെയ്യുന്നു, ചെറിയ ഇലകൾ ഫോം ചെയ്യുന്നു. ഓക്കെ, ആക്രോപെറ്റൽ സക്സഷൻ ഒക്കെ ടീച്ചർ പറഞ്ഞത് ഓർമ്മയുണ്ടോ? വലിയ ഇലകൾ ബേസില്, ചെറിയ ഇലകൾ യങ് ഇലകള് നമ്മുടെ ടോപ്പ് ഭാഗത്ത് ആക്രോപെറ്റൽ സക്സഷൻ. ഓക്കെ, യെസ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തോർത്ത് പൊക്കോളണോട്ടോ. നമ്മൾ പറയുന്ന ഓരോ പോയിന്റും ചിലപ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നും ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പം. പക്ഷേ ബോറിംഗ് ആണെങ്കിലും കുട്ടികൾ ഒരു കാര്യം ചെയ്യുക, പഴയ പഠിച്ച കാര്യങ്ങൾ പുതിയതിൽ നമ്മൾ കാണുമ്പോൾ അത് അവിടെ അപ്ലൈ ചെയ്ത് തന്നെ പോകണം. എന്നാലാണ് നിങ്ങളുടെ മെമ്മറിയിൽ അത് നിൽക്കുള്ളൂ. നമ്മുടെ ലക്ഷ്യം നാച്ചുറൽ സയൻസ് HSI ടീച്ചർ ആവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ബാക്കിയുള്ളവർ വഴിയെ പോകുന്നവരൊക്കെ പലതും പറയും, കുട്ടികൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മൾക്ക് പഠിക്കണം, നമുക്ക് ജയിക്കണം, നമുക്ക് ജോലി മേടിക്കണം. ഓക്കെ, യെസ്. അപ്പൊ പിന്നേറ്റിലി സംയുക്ത ഇല എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കാണുന്നു റാച്ചസിൽ നിന്ന് പീറ്റിയോൾ, അവിടെ നിന്ന് കുഞ്ഞു ഇലകൾ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവരെ പിന്നേറ്റിലി സംയുക്ത ഇല എന്ന് പറയുന്നു. അപ്പൊ എന്താണ് മക്കളെ പാമേറ്റിലി സംയുക്ത ഇല? പാം എന്താ പാം എന്ന് പറയുമ്പോ നമ്മുടെ കൈപ്പത്തി. ടീച്ചറിന്റെ കൈപ്പത്തിയൊക്കെ കുറച്ച് വൃത്തികേടാണ്, എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എത്ര ഉണ്ട്? 1 2 3 4 5 ഉണ്ടോ? 1 2 3 4 5 കൂടി ആയി. ഓക്കെ, അപ്പൊ ഇതാണ് പാം എന്ന് പറയുന്നത്, നമ്മുടെ കൈപ്പത്തി. ഓക്കെ, എന്റെ കൈപ്പത്തി നിങ്ങൾ ശ്രദ്ധിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ കൈപ്പത്തിയിലേക്ക് ഒന്ന് നോക്കുക. ഓക്കെ, നിങ്ങളുടെ കൈപ്പത്തിയിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. പാമേറ്റിലി അല്ലേ, അതുമായിട്ടൊരു കണക്ഷൻ വരുന്നുണ്ട്. അതായത് പാമേറ്റിലി സംയുക്ത ഇല. പാമേറ്റിലി സംയുക്ത ഇല എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല മക്കളെ. അവിടെ ഈ റാച്ചിസ് എന്ന് പറയുന്ന ആളില്ല. റാച്ചസിന് പകരം ഇവിടെ ഒരു പ്രധാന ബിന്ദു, ഒരു പ്രധാന പോയിന്റ് ആണുള്ളത്. ഓക്കെ, റാച്ചസിന് പകരം അവിടെ ആരാ ഉള്ളത്? ഒരു പ്രധാന പോയിന്റ് ആണുള്ളത്. ആ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കുഞ്ഞു ലീഫുകൾ വളരുന്നു. ഇവിടെ ഇവര് എന്താണ്? അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വേണമെങ്കിൽ വരാം, ടീച്ചറെ ഇതിപ്പം സിമ്പിൾ ലീഫ് തന്നെയാണോ? ഓരോന്നും ഓരോ ലീഫ് തന്നെയാണല്ലോ, റാച്ചസ് ഇല്ലതാൻ. അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് വരാം. പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ലീഫ് എന്താണ് മാർജിൻ ഇല്ലേ, ലീഫ് മാർജിൻ, അത് നേരെ വന്നിട്ട് ഇവിടെ സെപ്പറേറ്റഡ് ആയിട്ടാണ് മുട്ടുന്നത്. മനസ്സിലായോ? ഓരോ ഇലയുടെയും ലീഫ് മാർജിൻ ഇവിടെ നേരെ വന്നിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ മുട്ടുന്ന ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്നാണ് ഇത് ഫോം ചെയ്യുന്നത്. അതായത് ഒരു കൈപ്പത്തി പോലെ തന്നെയാണ് ഇത് ഫോം ചെയ്യുക. പാമേറ്റിലി സംയുക്ത ഇല, പാമേറ്റിലി കോമ്പൗണ്ട് ലീഫ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് മക്കളെ വരിക? നമ്മുടെ സിൽക്ക് വരുന്നുണ്ട്, കോട്ടൺ വരുന്നുണ്ട്. ഇവർ രണ്ടുപേരാണ് കേട്ടോ. സിൽക്ക് ആൻഡ് കോട്ടൺ ആണ് ഇതിന് എക്സാമ്പിൾ വരുന്നത്. ഓർത്തു വെച്ചോളൂ. സിൽക്ക് ആൻഡ് കോട്ടൺ ആണ് എക്സാമ്പിൾ വരുന്നത്. സിൽക്ക് ആൻഡ് കോട്ടൺ ആണ് എക്സാമ്പിൾ വരുന്നത്. പിന്നേറ്റിലി കോമ്പൗണ്ട് ലീഫിന് എക്സാമ്പിൾ വരുന്നത് നമ്മുടെ ആര്യവേപ്പ് ചേട്ടനും കറിവേപ്പ് ചേട്ടനുമാണ്. രണ്ടുപേരും സഹോദരങ്ങളാണ് അല്ലെ, ചേട്ടാനിയന്മാര്, അങ്ങനെ ഞാൻ കരുതിയാൽ മതി. അവരാണ് എക്സാമ്പിൾ വരുന്നത്. ഇനി വീണ്ടും ടീച്ചർ വേറൊരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് വന്നേക്കാണ്.
ഈ പറയുന്ന പിന്നേറ്റിലെ സംയുക്തമല്ല നമ്മളെ വിട്ടു പോകാൻ യാതൊരുവിധ വഴിയില്ല. എഗെയിൻ അവർക്ക് എന്ത് വേണം? അവരെ വീണ്ടും ഒന്നുകൂടി സെപ്പറേറ്റ് ചെയ്യണം. കാരണം അവർക്ക് ഇത് പറ്റില്ല. കുറച്ചൊരു കുത്തിത്തിരിപ്പും ഒരു എന്താണ് കുശുമ്പൊക്കെ ഉള്ള ടീമുകളാണ് ഇവര്. അപ്പൊ ഇവരെ നമ്മൾ വീണ്ടും സെപ്പറേറ്റ് ചെയ്യാണ്. പാരി പിന്നേറ്റ് ആൻഡ് ഇംപാരി പിന്നേറ്റ്. എന്താണ്? പിന്നേറ്റ്ലി സംയുക്തയിലേനെ നമുക്ക് പിന്നെ എങ്ങനെ തിരിക്കാം? പാരി പിന്നേറ്റും ഇംപാരി പിന്നേറ്റും. പാരി ഇംപാരി. ഇത് ഓർക്കാൻ ഞാനൊരു എളുപ്പ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാം. പാരി ആൻഡ് ഇംപാരി എന്ന് പറയുമ്പം പാരി പാരി എന്ന് പറയുമ്പോൾ നിങ്ങൾ പെയർ എന്ന് ഓർക്കുക. എന്താണ്? പെയർ എന്ന് ഓർക്കുക. ഓക്കെ, പാരി എന്ന് പറയുമ്പോൾ എന്ത് ഓർക്കുക? പെയർ. പാരി പെയർ. ഓക്കെ, നമ്മുടെ കല്യാണരാമൻ സിനിമയില് ഓർക്കുന്നുണ്ടോ നിങ്ങള്? സലീം കുമാറിന്റെ പേരെന്താണ് അതില്? പാരിലാൽ എന്നാണ്. പാരിലാൽ ഒരു പെയർ ഉണ്ടാക്കാനായിട്ടാണ് അവിടെ ഒരു ചേച്ചിയുടെ അടുത്ത് പോയത്. എന്നിട്ട് തേങ്ങ ഉടച്ച സീനൊക്കെ ഓർമ്മയുണ്ടോ ആ സീനൊക്കെ? അപ്പം പാരി ഒരു പെയർ ഉണ്ടാക്കാൻ പോയി. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുക, പിന്നേറ്റിലി സംയുക്തയിലേല് പാരി പിന്നേറ്റ്, പാരി പെയർ. അതായത് നമ്മുടെ പിന്നേറ്റിലി സംയുക്ത ഇല വന്ന് എൻഡ് ചെയ്യുന്ന ഭാഗത്തെ ഈ ഭാഗം രണ്ടെണ്ണം ജോഡിയായിട്ടാണ്, ഒരു പെയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പാരി പിന്നേറ്റ്. പാരി പിന്നേറ്റ് ലീവ്സ് എന്ന് പറയുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നേറ്റിലി പാരി പിന്നേറ്റ് ലീഫ് എന്ന് പറയുന്നത് എൻഡ് ഭാഗം എന്ന് പറയുന്നത് രണ്ടെണ്ണം വന്ന് ഒരു പെയർ ആയിട്ടിരിക്കണം. അപ്പൊ എന്തായിരിക്കും ഇംപാരി പിന്നേറ്റ് എന്ന് പറയുന്നത്? നേരെ അതിന്റെ ഓപ്പോസിറ്റ്. ഇംപാരി പിന്നേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്, ഇംപാരി. അപ്പൊ ഇവിടെ നമ്മുടെ കല്യാണം രാമനിലെ ആ ഒരു തിരിച്ചുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതൊന്നും ഓർത്താൽ മതി. അതായത് തേങ്ങ ഉടച്ചപ്പോൾ തിരിച്ചു കിട്ടിയ ഒരു റിയാക്ഷൻ, അത് ഞാനിവിടെ പറയുന്നില്ല, കുട്ടികൾക്ക് അറിയായിരിക്കും അത് മിക്കവാറും. ഓക്കെ, അതൊരു ഇമ്പാക്റ്റ് ആയിട്ട് കരുതുക. ഓക്കെ, സലീം കുമാറിന് കിട്ടിയൊരു ഇമ്പാക്റ്റ് ആണത്. അത് തന്നെയാണ് ഇവിടെയും പറയാ, ഇംപാരി പിന്നേറ്റ്. ഓക്കെ, ഇംപാരി പിന്നേറ്റ്. ഇവിടെ എങ്ങനെയാണ്? ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, ഒറ്റയ്ക്കാണ് അതിന്റെ എൻഡ് വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, നോ പെയർ, ഒരു പെയറും ഇല്ല. എൻഡിലെ ലീഫ് ഒറ്റയ്ക്കാണ്. ഓക്കെ, സിംഗിൾ ആണ്. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് വേറെ കുറച്ച് സംശയങ്ങൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ കപ്പയുടെയും അതുപോലെ തന്നെ പപ്പായയുടെ ഒക്കെ ലീഫിന്റെ കേസിലാണ്. നിങ്ങൾ വിചാരിക്കും ഈ കപ്പയാണെങ്കിലും കപ്പയുടെ ഇലകളാണെങ്കിലും പപ്പായയുടെ ഇലകളാണെങ്കിലും അവ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? അത് എന്താണ്, സിമ്പിൾ ലീഫാണോ അതോ കോമ്പൗണ്ട് ലീഫാണോ? ഒന്ന് ഊഹിച്ചു നോക്കിക്കേ, സിമ്പിൾ ആണോ കോമ്പൗണ്ട് ആണോ? ഇപ്പൊ കുട്ടികൾ മിക്കവരും പറയാൻ ചാൻസ് ഉള്ളത് എന്താണ്? കോമ്പൗണ്ട് ആണെന്നാണ്. കാരണം എന്താണ്? അത് പാമ്പ് പോലെയല്ലേ ഇരിക്കുന്നത്, ഇതുപോലെ തന്നെയല്ലേ കപ്പയുടെയും പപ്പായയുടെയും ഒക്കെ ലീഫ് ഇരിക്കുന്നതെന്നായിരിക്കും എന്റെ കുട്ടികൾ വിചാരിക്കുന്നുണ്ടാവുക. എന്നാൽ അത് വളരെ റോങ് ആണ്. അങ്ങനെയല്ല മക്കളെ. പപ്പായയുടെയും കപ്പയുടെയും കേസിൽ എങ്ങനെയാന്ന് വെക്കുകയാണെങ്കിൽ ഈ ലീഫ് ഇതുപോലെ ഇങ്ങ് വന്നിട്ടുണ്ടല്ലോ, അത് വന്ന് ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് അറ്റാച്ച് ചെയ്യുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടത്തെ കേസിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇവിടെ ഒരു കേന്ദ്ര ബിന്ദുവിൽ ഇത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റേ സ്ഥലത്ത് കേന്ദ്ര ബിന്ദുവിൽ അറ്റാച്ച് ചെയ്യുന്നില്ല. ഇതിങ്ങനെ നേരെ വന്നിട്ട് കണ്ടോ, ഇതിന് ഇൻസിഷൻസ് എന്നാണ് നമ്മൾ പറയുക. നേരെ വന്നിട്ട് ടച്ച് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവാണ്. ഒരു സ്റ്റാർ ഫിഷ് ഒക്കെ പോലെ ഇങ്ങനെ 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 പോവാണ്. നിങ്ങൾ പപ്പായയുടെ ലീഫും കപ്പയുടെ ലീഫും ഒക്കെ പറമ്പിക്കോടെ ഓടിച്ചാടി നടന്ന് പറിച്ചെടുത്ത് കണ്ട് മനസ്സിലാക്കുക. ഇത് കൂടുതലൊന്നും ടീച്ചർക്ക് പറയാനില്ല. ഓക്കെ, എനിക്കിതൊന്നും ഇവിടെ ഇരുന്ന് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പറമ്പിലേക്ക് ഇറങ്ങുക. നാച്ചുറൽ സയൻസ് കുട്ടികൾ എപ്പോഴും പറമ്പിൽ ഇറങ്ങുക. ഞാൻ അത്രേ പറയുള്ളൂ. ക്ലിയർ? വെരി ക്ലിയർ? ഓക്കെ, ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലീഫ് എങ്ങനെയാണ് ഒരു സ്റ്റെമ്മിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പലതരം ലീഫിനെ കുറിച്ച് പഠിച്ചു. ഇനി ലീഫ് എങ്ങനെയാണ് ഒരു സ്റ്റെമ്മിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? എങ്ങനെയായിരിക്കും മക്കളെ? ആ അറേഞ്ച്മെന്റിനെ നമ്മൾ എന്ത് പറയും? ആ അറേഞ്ച്മെന്റിനെ വേറെ ഒന്നുമല്ല, ഫില്ലോ ടാക്സി എന്ന് പറയും. ഓക്കെ, വളരെ എളുപ്പമാണ് അല്ലേ? ഹേ ടാക്സി എന്നൊക്കെ പറയുന്ന പോലെ വളരെ വളരെ എളുപ്പമായിട്ടുള്ള ഒരു വേർഡാണ് ഫില്ലോ ടാക്സി. ഓക്കെ, the arrangement of leaf on a stem is called ഫിലോടാക്സി. എന്താ പറയാ? ഫിലോടാക്സി. ഓർത്തിരിക്കണം, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇലകൾ സ്റ്റെമ്മിന് മുകളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫിലോടാക്സി എന്ന് പറയുന്നത്. ഈ ഫിലോടാക്സി തന്നെ 3 തരത്തിലുണ്ട്. കുട്ടികളെ, നമ്മള് ഈ ബയോളജി പഠിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് തന്നെ പലതരത്തിലുണ്ട്.
മനസ്സിലായോ? മൊത്തത്തിൽ നമ്മളെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലാണ്. പക്ഷെ വൺസ് നമ്മൾ അത് മനസ്സിലാക്കി അങ്ങ് പഠിച്ചു പോവുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ടക്കേന്ന് നമുക്ക് അങ്ങ് കിട്ടും, നമ്മുടെ മൈൻഡിലേക്ക് വന്നു കഴിയും. ഓക്കെ, അപ്പൊ ഫിലോ ടാക്സി എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. 3 പേരുകളൊന്ന് ഓർത്തു വെച്ചോളൂ. ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്. ഓക്കെ, എന്താണ് ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്? അതൊരു പാട്ട് പോലെ അങ്ങ് പഠിച്ചു വെക്കുക. ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്. എന്താ പഠിച്ചു വെക്കണ്ടേ? ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്. ഇത് ആരെ കുറിച്ചാണ് പഠിക്കുന്നത്? ഫിലോ ടാക്സി. കാരണം നമ്മുടെ ഡോറ ബുജി വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്തോളൂ. ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ് അല്ലേ? ഓക്കെ. ടീച്ചർ ഇടയ്ക്ക് ഇങ്ങനെ മൈൻഡ് മാറി നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്കൊക്കെ പോണയാണ്. ഓക്കെ, കുട്ടികളും അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവും. തിരിച്ചു പോരൂ. അപ്പൊ ഫില്ലോ ടാക്സി. അപ്പൊ നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഫില്ലോ ടാക്സി. അപ്പൊ ഓൾട്ടർനേറ്റും ഉണ്ട്, ഓപ്പോസിറ്റും ഉണ്ട്, പിന്നെ എന്താണ്, വേൾഡും ഉണ്ട്. ഓക്കെ, എന്താണെന്ന് ഞാനൊന്ന് വിശദീകരിച്ചു തരാം. ആദ്യം ഓപ്പോസിറ്റ് പറഞ്ഞുതരാം, അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പം ഒരു പർവ്വത്തിൽ നിന്നും 2 വശത്തേക്കും ഇടവിട്ട് ഇലകൾ വളരുന്നതിനാണ് ഇതെന്ന് പറയുക ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മിക്കതിലും കണ്ടിട്ടുണ്ടാവും. അതായത് പർവ്വം എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? നമ്മുടെ നോഡ് അല്ലെ? ലീഫ് വളരുന്ന ഭാഗം അല്ലെ? ഈ കാണുന്ന ഭാഗം നോഡ് അല്ലെ? ഇത് നോഡാണ്. അപ്പം ഒരു നോഡിൽ നിന്ന് ഇരുവശത്തേക്കും സമാന്തരമായി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട്, ഓക്കെ, സമാന്തരം എന്ന് പറയാൻ പറ്റില്ല, ഓപ്പോസിറ്റ് ആയിട്ട്, എതിരെ. ഓക്കെ, അങ്ങനെ ലീഫ് വളരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓപ്പോസിറ്റ് ഫില്ലോ ടാക്സി എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ഏതൊക്കെയാ നോക്കിക്കേ. നമ്മുടെ തുളസി. ഓക്കെ, നമ്മുടെ തുളസി. ഓക്കെ, ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ ടീച്ചർ, ഇത് ഇപ്പോഴാട്ടോ കാണട്ടെ. തുടളിന്നാ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അത് എപ്പോഴും ഉറക്കം തൂങ്ങി എഴുതിയതാണ്. കുട്ടികൾ അതങ്ങ് വിട്ട് കളഞ്ഞേക്കോട്ടോ. തുളസിയാണേ, തുളസി മക്കളെ, ഇത് തുളസിയാണേ, തുളസി. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ എരിക്ക്, കാലോട്രോപ്പിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തുളസിയുടെ പേര് ഒസ്റ്റിമം എന്നാണ്, അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എരിക്ക്, കാലോട്രോപ്പിസ് എന്ന് പറയുന്നത്. എരിക്ക് ഓർമ്മയില്ലേ? നമ്മള് എരിക്ക് നമ്മുടെ കനാലിന്റെ ഒക്കെ സൈഡിലൊക്കെ കാണാം മിക്കവാറും. എരിക്ക് എന്ന് പറയുന്ന ഒരു വയലറ്റ് കളർ പൂവൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടി. നമുക്ക് കാണുമ്പോൾ വലിയ ഭംഗിയൊക്കെ തോന്നും, പക്ഷെ അത്ര വലിയ ഭംഗിയൊന്നും ഇല്ല. പിന്നെ അത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഈ എരിക്കിന്. നമ്മുടെ കാലിലൊക്കെ കുഴിനഖമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ എരിക്കിന്റെ ആ ലീഫ് പൊട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു വൈറ്റ് ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ അതൊക്കെ മാറിപ്പോവും എന്നൊക്കെ ഇങ്ങനെ പണ്ടുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് കമന്റ് ചെയ്ത് കേട്ടോ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ തെച്ചി അല്ലെങ്കിൽ നമ്മുടെ ചെത്തി എന്ന് പറയുന്ന നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന ചെടി, അതുപോലെ തന്നെ നമ്മുടെ പേര. ഇവര് 3 പേരാണ് എന്തിന് എക്സാമ്പിൾ വരുന്നത്? ഓപ്പോസിറ്റിന്. ഇത്രയെങ്കിലും മിനിമം പഠിച്ചു വെക്കുക. ബാക്കി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പറമ്പിലേക്ക് ഇറങ്ങുക, കണ്ടെത്തുക, അത്രേ ഉള്ളൂ. നമുക്ക് പറയാൻ പറ്റില്ല എവിടെ നിന്നാണ് ഏതാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. അടുത്തത് ഓൾട്ടർനേറ്റ് ആണ്. ഓൾട്ടർനേറ്റ് എന്ന് പറയുമ്പം ഒരു പർവ്വത്തിൽ നിന്നും ഒരില, അതായത് ഒരു നോഡിൽ നിന്നും ഒരില. മനസ്സിലായോ? ഇവിടെ ഒരു നോഡിൽ നിന്നും 2 ഇല വന്നപ്പോൾ ഓൾട്ടർനേറ്റിൽ എങ്ങനെയാ വന്നത്? ഒരു നോഡിൽ നിന്നും ഒരില, അടുത്ത നോഡിൽ നിന്ന് അടുത്ത ഇല. അത് ഏത് സൈഡിലേക്കാ? അടുത്ത സൈഡിലേക്കാണ്. അതുകൊണ്ടാണ് അതിനെ ഓൾട്ടർനേറ്റ് എന്ന് പറയുന്നത്. മറ്റേ സ്ഥലത്ത് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇവിടെ ഒരു നോഡിൽ നിന്നും ഒരു ഇല ഇങ്ങോട്ട് വന്നെങ്കിൽ പിന്നെ വന്ന ഇല ഇവിടുന്ന് ഇങ്ങോട്ടല്ല വന്നത്, പകരം എങ്ങനെയാ വന്നത്? അടുത്ത നോഡിൽ നിന്നും അടുത്ത സൈഡിലേക്കാണ് പോയിട്ടുള്ളത്. സോ അതെന്താണ്? ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പോയിട്ടുള്ളത്. നമ്മുടെ ചെമ്പരത്തി, കടുകൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ് മക്കളെ. നമ്മുടെ ചെമ്പരത്തി കമ്മലിട്ട് കുപ്പിവള, ബാക്കി എനിക്കറിയില്ല. അപ്പം നമ്മുടെ ചെമ്പരത്തി, കടുകൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്, ഓൾട്ടർനേറ്റ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ആണ്. അടുത്തത് പറയുന്നതാണ് വേൾഡ്. വേൾഡ് എന്ന് പറയുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ലോകമല്ല. വേൾഡിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. വേൾഡ് ഫില്ലോ ടാക്സി അന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഒരേ പർവ്വത്തിൽ നിന്നും ഒരുപാട് ലീഫുകൾ ഉണ്ടാവുക. ഒരേ പർവ്വത്തിൽ നിന്നും ഒരുപാട്, കണ്ടോ? അതായത് ഒരേ നോഡിൽ നിന്നും ഒരെണ്ണം ഇങ്ങോട്ടും ഉണ്ടായി, ഒരെണ്ണം അങ്ങോട്ടും ഉണ്ടായി, ഒരെണ്ണം ഇങ്ങോട്ടും ഉണ്ടായി, അല്ലേ? യെസ്. അതായത് ഒരേ പർവ്വത്തിൽ നിന്നും ഒരേ നോഡിൽ നിന്നും ഇലകള് 2, 3, 4 ഇലകളൊക്കെ ഉണ്ടാവുന്നതിനാണ് എന്തെന്ന് പറയാ? വേൾഡ് ഫില്ലോ ടാക്സി. അതായത് ഇങ്ങനെ കറങ്ങി ഒരു ചുറ്റി, എന്താണ്, ചുമ്മാ ചുറ്റി ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിന് എക്സാമ്പിൾ ആണ്
അൽസ്റ്റോണിയ, അതായത് നമ്മുടെ ഏഴിലം പാല എന്ന് പറയുന്നത് ഇതിന് എക്സാമ്പിൾ ആണ്. ഏഴിലം പാല, ഏഴിലം. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇലകളുടെ എണ്ണം 7 അങ്ങ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ അത് എന്തിനാ എക്സാമ്പിൾ ആണ്? വേൾഡ് ഫിലോടാക്സിക് എക്സാമ്പിൾ ആണ്. അതിന്റെ നമ്മൾ സയന്റിഫിക് നെയിം പഠിക്കുമ്പോൾ അൽസ്റ്റോണിയ എന്നും കൂടി ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ അരളി, അരളി കഴിച്ചുനാൾ ഒരു കുട്ടി മരിച്ചത് ഓർമ്മയില്ലേ? യെസ്, ആ അരളി എന്താണ്? വേൾഡ് ഫിലോടാക്സി ആണ്. അടുപ്പിക്കാൻ കൊള്ളില്ല, വിട്ടുകളഞ്ഞേക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലീഫിന്റെ മോഡിഫിക്കേഷൻ ആണ് മക്കളെ. ഇലകള് എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇലയുടെ പ്രധാന ഫംഗ്ഷൻ എന്താണ് മക്കളെ? പ്രകാശ സംശ്ലേഷണമാണ്. അത് കൂടാണ്ട് ഇല വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലയുടെ മോഡിഫിക്കേഷൻസ്, ലീഫ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇലയുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണമാണ്. പക്ഷെ അത് കൂടാണ്ട് ഇല എന്തെങ്കിലും പരിപാടികൾ വേറെ ഒപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തെന്ന് പറയാം? മോഡിഫിക്കേഷൻ എന്ന് പറയാം. ഇപ്പൊ ബസിന്റെ കേസിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മളൊരു എന്താണ്, ഒരു ടൂറിസ്റ്റ് ബസ് എടുത്തു, നോർമൽ ഒരു ടൂറിസ്റ്റ് ബസ്. ഓക്കെ, അത് നമ്മൾ വാഹനം ഓടിക്കാൻ വേണ്ടി മാത്രമാണ് അത് നമ്മൾ ഉപയോഗിക്കുക. അത് കൂടാതെ നമ്മൾ അതിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് വെക്കും, കുറച്ച് ലൈറ്റ്, കുറച്ച് പാട്ട്, അല്ലേ? എന്താണ് പിന്നെ ഡും ഡും എഫക്റ്റ് ഒക്കെ വരുന്ന കുറച്ച് കാര്യങ്ങൾ. അതിനെ നിങ്ങൾ എന്താ വിളിക്കുക? മോഡിഫിക്കേഷൻ എന്നല്ലേ വിളിക്കുക. അത് തന്നെയാണ് ഇവിടെയും വരിക. ഇലയുടെ പ്രധാന ഫംഗ്ഷൻ ഫോട്ടോസിന്തസിസ് ആണ്. അത് കൂടാണ്ട് അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ലീഫ് മോഡിഫിക്കേഷൻ എന്ന് പറയാം. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരാളാണ് ലീഫ് ടെൻഡ്രിൽ എന്ന് പറയുന്നത്. അതിന് മലയാളത്തിൽ നമുക്ക് പ്രധാനങ്ങൾ എന്ന് പറയാം കുട്ടികളെ. പ്രധാനങ്ങൾ, ലീഫ് ടെൻഡ്രിൽ അല്ലെങ്കിൽ പ്രധാനങ്ങൾ എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് വരുന്നത് നമ്മുടെ കാട്ടുപയർ വരുന്നുണ്ട്, ഗ്ലോറിയോസ വരുന്നുണ്ട്. ഓക്കെ, അതായത് ദുർബലകാണ്ഡ സസ്യങ്ങളിലാണ് ഇവയുള്ളത്. ദുർബലകാണ്ഡ സസ്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്റ്റെമ്മ് വളരെ വീക്ക് ആയിട്ടുള്ള സസ്യങ്ങളെയാണ് കുട്ടികളെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ദുർബലകാണ്ഡ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവയിലാണ് എന്തുള്ളത്? ലീഫ് ടെൻഡ്രിൽസ് ഉള്ളത്. അതായത് ആരോഹികൾ, പടർന്നു പിടിച്ച് വളർന്ന് വരുന്ന സസ്യങ്ങൾ ഇല്ലേ മക്കളെ, അതിനെയാണ് ലീഫ് ടെൻഡ്രിൽസ് എന്ന് പറയുന്നത്. അവിടെ കാണുന്ന ഇതുപോലെ ഇങ്ങനെ 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 കാണുന്ന സംഭവം ഇല്ലേ, ഇതാണ് നമ്മുടെ ടെൻഡ്രിൽ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുന്തിരി ചെടിയിലും പയറിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതുപോലെ ഇങ്ങനെ 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 സ്പ്രിങ് പോലെ ഉള്ളത്. ഓക്കെ, അതായത് ഇവരുടെ സ്റ്റെം എന്ന് പറയുന്നത് വളരെ വീക്കാണ്. സോ ഇവർക്ക് ഒരു സപ്പോർട്ട് ആവശ്യമാണ്. ഇവരെ എപ്പോഴും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യും. മനസ്സിലായോ? ചിലര് ലൈഫിൽ അങ്ങനെയാണ്, ചിലര് ലൈഫിൽ എപ്പോഴും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെ? യെസ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും വരിക. എന്താണ്, നമ്മളിവിടെ ഈ പറയുന്ന ടെൻഡ്രിൽ എന്ന് പറയുന്ന ആള് ഇവിടെ ഉണ്ട്, ഇവർക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട്, ഈ ദുർബലകാണ്ഡമായിട്ടുള്ള സസ്യങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ആരോഹികൾ എന്നാണ് ഈ സസ്യങ്ങളെ പറയുന്ന പേര്. എക്സാമ്പിൾ കാട്ടുപയറാണ് കേട്ടോ. കാട്ടുപയറിന്റെ കേസിൽ എങ്ങനെയാന്ന് വെച്ചാൽ മക്കളെ ടീച്ചർ വരച്ച് കാണിച്ചു തരാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, കാട്ടുപയറിന്റെ കേസിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ലീഫ് എന്താണ്, ഇതിപ്പം പയറാന്ന് വിചാരിക്കുക, സ്റ്റെമ്മാന്ന് വിചാരിക്കുക, ഇതതിന്റെ ലീഫാന്ന് വിചാരിക്കുക. ലീഫ് ഇങ്ങനെ മുകളിലേക്ക് വരും തോറും ചെറുതായി ചെറുതായി അല്ലേ വരുന്നേ, ചെറുതായി ചെറുതായി വന്നിട്ട് അത് തന്നെ ലീഫ് തന്നെ മോഡിഫൈ ചെയ്ത് എന്തായിട്ട് മാറുന്നു മക്കളെ? ടെൻഡ്രിലായിട്ട് മാറുന്നു. മനസ്സിലായോ? മനസ്സിലായോ? ഇതാണ് കാട്ടുപയറിന്റെ കേസിൽ വരുന്നത്. ഓക്കെ, ലീഫ് ടെൻഡ്രിൽ, പ്രധാനങ്ങൾ എന്നാണ് മലയാളം വരിക. അതായത് ലീഫ് തന്നെ എന്ത് ചെയ്യുന്നു? മുകൾ ഭാഗത്തേക്ക് വരുംതോറും കട്ടി കുറഞ്ഞ് അവരെന്തായിട്ട് മാറുന്നു? ടെൻഡ്രിലായിട്ട് മാറുന്നു. പടർന്നു പിടിക്കാൻ എളുപ്പത്തിന് ടെൻഡ്രിലായിട്ട് മാറുന്നു. ഓക്കെ, അതുപോലെ വേറൊരു എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞു, ഗ്ലോറിയോസ എന്ന് പറയുന്നത്. എന്താ കുട്ടികളെ? ഗ്ലോറിയോസ എന്ന് പറയുന്നത് മേന്തോന്നി എന്ന് മലയാളത്തിലൊക്കെ പറയാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. ഓക്കെ, ഗ്ലോറിയോസ. ഓക്കെ, ഈ ഗ്ലോറിയോസയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ അതിന്റെ ലീഫിന്റെ എൻഡ് ഭാഗം നീണ്ടു പോയിട്ട് ടെൻഡ്രിലായിട്ട് വളരുന്നു. മനസ്സിലായോ? അതിന്റെ ലീഫിന്റെ എൻഡ് ഭാഗം നീണ്ടു പോയിട്ട് അതൊരു ടെൻഡ്രിലായിട്ട് വളർന്നു പോകുന്നു. അതാണ് മേന്തോന്നി ഗ്ലോറിയോസ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കണേ, ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ ഇനി പോയിന്റ് ടീച്ചർ ഒന്നുകൂടി വായിച്ച സമയം കളയേണ്ട കാര്യമില്ലല്ലോ. എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയും മിടുക്കരാണ് എന്റെ കുട്ടികൾ. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം.
അതുപോലെ തന്നെ ലീഫിന്റെ അടുത്ത മോഡിഫിക്കേഷൻ ആണ് ലീഫ് സ്പൈൻ ആയിട്ട് മാറുന്നു, മുള്ളുകളായിട്ട് മാറുന്നു. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ആരെന്ന് പറയുന്നത്? ആരാണ്? നമ്മുടെ കള്ളിച്ചെടി. കള്ളിച്ചെടി. കള്ളിച്ചെടി എന്ന് പറയുന്നത് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. സോറി, ഞാൻ പെൻ എടുത്തത് മാറിപ്പോയി മക്കളെ. നമ്മുടെ മറ്റേ പെൻ എന്ത്? യെസ്, ഓക്കെ. ഒപ്പൻഷ്യ. ഓക്കെ, കള്ളിച്ചെടി അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ലീഫ് സ്പൈൻ ആയിട്ട് മാറുന്നത് എന്തുകൊണ്ടായിരിക്കും? ലീഫിന് ഈ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ കള്ളിച്ചെടി എവിടെയാണ് കൂടുതലും കാണപ്പെടുന്നത്? കള്ളിച്ചെടി നമ്മൾ കാണുന്നത് ഡെസേർട്ട് ഏരിയസിലാണ്, അതായത് വെള്ളം കുറവുള്ള സ്ഥലങ്ങളിലാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അവിടെ ലീഫ് മുള്ളാവാൻ കാരണം? മുള്ളാവാൻ എന്തായിരിക്കും കാരണം? എന്തായിരിക്കും? ലീഫ് മോഡിഫൈഡ് ഇൻ ടു സ്പൈൻ ടു റെഡ്യൂസ് ട്രാൻസ്പിരേഷൻ. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുകയാണെങ്കിൽ വാട്ടർ വേപ്പറിന്റെ രൂപത്തിൽ നഷ്ടമായി പോകുന്ന പ്രോസസ്സാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ കുട്ടികളെ, നമ്മുടെ മരുഭൂമിയിലൊക്കെ വലിയ ഇലകളാണ് ഉള്ളതെങ്കിൽ എത്രമാത്രം വെള്ളമാണ് ആ പ്ലാന്റിൽ കൂടെ ട്രാൻസ്പിരേഷൻ വഴി പോകുന്നത്? മരുഭൂമിയിൽ നമുക്ക് കൊണ്ടുപോയി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പൊ പിന്നെ അത് കരിഞ്ഞ് നശിച്ചു പോകത്തില്ലേ? അതുകൊണ്ടാണ് ആ ലീഫ് എന്തായിട്ട് മാറിയിട്ടുള്ളത്? ഇതുപോലെ മുള്ളുകളായിട്ടുള്ളത്. ഓക്കെ, കള്ളിച്ചെടികൾ, കള്ളിമുൾ ചെടികളൊക്കെ ആയിട്ട് മാറിയിട്ടുള്ളത്. കാക്ടൈ ഒക്കെ അതിന് എക്സാമ്പിൾ ആയിട്ടാണ് വരിക. ഇനി ലീഫ് പിക്ചർ എന്ന് പറയുന്ന വേറൊരു വിഭാഗത്തിലേക്ക് വരുന്നുണ്ട്. അതായത് ലീഫ് സ്പൈൻ പോലെ തന്നെ ലീഫ് പിക്ചർ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പിക്ചർ പ്ലാന്റ് അല്ലെ? നെഫന്തസ് കേട്ടിട്ടുണ്ടാവും. പിക്ചർ പ്ലാന്റ്, ഇരപിഡിയൻ സസ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് ലീഫ് തന്നെ എന്താവുന്നു? അവർ തന്നെ അവർക്ക് ആഹാരം കണ്ടെത്താനുള്ള മാർഗമായിട്ട് മാറാൻ പോവുകയാണ്. അതായത് നൈട്രജന്റെ പൊതുവെ നൈട്രജന്റെ അഭാവം ഉള്ള സസ്യങ്ങളാണ് ഇങ്ങനെ ജീവികളെ കഴിക്കുന്നത്. നമുക്കറിയാം, ഇരപിഡിയൻ സസ്യം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. നമ്മുടെ വീനസ് ഫ്ലൈ ട്രാപ്പ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. അതായത് എന്താണ്, നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന്റെ ഇമേജ് കിട്ടാവുന്നതേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ഗൂഗിൾ ഇമേജസ് ഒക്കെ വെക്കാന്ന് വിചാരിച്ചു. പിന്നെ എല്ലാം കൂടി ഇതിൽ വരുമ്പോൾ ഈ സ്ലൈഡ് ആകെ എന്താണ് തിക്കി കൂടിയിരിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ കാണുമ്പോഴും എഴുതിയെടുക്കുമ്പോഴും ബുദ്ധിമുട്ടാകുമെന്ന് ഓർത്തിട്ടാണ് ഇമേജസ് വയ്ക്കാത്തത്. അപ്പൊ കുട്ടികൾ ഗൂഗിളിൽ ഒന്ന് പോയി നോക്കിക്കോളുക. അതായത് വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയുമ്പോൾ ഇൻസെക്ട് എന്തെങ്കിലുമൊക്കെ വരുമ്പം അതെന്ത് ചെയ്യും? അതിനെ ക്യാച്ച് ചെയ്യും, എന്നിട്ട് അതിനെ ഭക്ഷണമാക്കുന്നവരാണ്. ഓക്കെ, ഫോട്ടോസിന്തസിസ് നടത്താതെ ഈ പരിപാടി നടത്തുന്നവരാണ്. ഓക്കെ, അപ്പൊ നൈട്രജന്റെ അഭാവം ഉള്ള സസ്യങ്ങളാണ് ഇങ്ങനെയുള്ളത്. അതായത് ഇരപിഡിയൻ സസ്യങ്ങൾ മുഴുവൻ എന്താണ്? നൈട്രജന്റെ അഭാവമുള്ള സസ്യങ്ങളാണ്. അതുകൊണ്ട് മാത്രമാണ് ആ പാവങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ പാവപ്പെട്ടവരെ തിന്ന് ജീവിക്കുന്നത്. ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ലീഫ് പിക്ചർ, അത് ലീഫാണ് ആക്ച്വലി ഈ ഇരപിടിയന്റെ ആ ഒരു വീനസ് ഫ്ലൈ ട്രാപ്പിന്റെ ആ കൂട്ട് കിടക്കുന്ന സംഭവമല്ലേ, അത് ശരിക്കും നമ്മൾ വിചാരിക്കുക എന്തോ പ്രത്യേക സാധനമൊക്കെ ഉണ്ടായി വന്നിരിക്കുന്നതാണ്. അത് അങ്ങനെയൊന്നും അല്ല. ലീഫാണ് അത്. ശരിക്കും ലീഫ് മോഡിഫൈ ചെയ്ത് അങ്ങനെ ആയി വന്നിരിക്കുന്നതാണ്. പിന്നെ ലീഫ് ബ്ലാഡർ പോലെ ചിലടത്ത് വർക്ക് ചെയ്യാറുണ്ട്. ബ്ലാഡർ പോലെ എന്ന് പറയുമ്പോൾ എന്താണ്? ബ്ലാഡർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ബ്ലാഡർ വേറെ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. ഗോൾ ബ്ലാഡർ, യൂറിനറി ബ്ലാഡർ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഗോൾ ബ്ലാഡർ ആണെങ്കിൽ നമുക്ക് ബൈൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിരുന്നു. യൂറിനറി ബ്ലാഡർ ആണെങ്കിൽ നമുക്ക് യൂറിൻ സ്റ്റോർ ചെയ്ത് വെക്കാനായിരുന്നു. അപ്പൊ ലീഫ് ബ്ലാഡർ ആയി എന്ന് പറയുമ്പം ലീഫിന് എന്തായിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യേണ്ടത്? വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാനാകും. ഓക്കെ, അപ്പൊ ഓർത്തു വെക്കുക, ഇതും അതിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ഇനിയും വേറൊരു മോഡിഫിക്കേഷൻ ഉണ്ട്. അതിന്റെ പേരാണ് മക്കളെ ഫില്ലോഡ്. എന്താണ് പറയുക കുട്ടികളെ? ഫില്ലോഡ്. ഫില്ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീറ്റിയോള് ലീഫായിട്ട് മാറും. മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? പീറ്റിയോൾ എന്തായിട്ട് മാറും? ലീഫായിട്ട് മാറും. ഒറിജിനൽ ലീഫ് പൊഴിഞ്ഞു പോവുകയും ചെയ്യും. എക്സാമ്പിൾ പറയുമ്പോൾ കുട്ടികൾക്ക് കിട്ടും നമ്മുടെ അക്വേഷ്യ പ്ലാന്റ് ഇല്ലേ, ഓസ്ട്രേലിയൻ അക്വേഷ്യ പ്ലാന്റ്. അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അവിടെ എങ്ങനെയാന്ന് വയ്ക്കുകയാണെങ്കിൽ ടീച്ചർ അഗെയിൻ പടം വരച്ചു തരാം. പടം വരയിൽ ഞാൻ അല്പം പുറകോട്ടാണ്. സ്പോട്ടിൽ എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. കുറച്ച് ടൈമൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ നല്ല അടിപൊളിയായിട്ട് വരച്ചു തന്നേനെ. ഓക്കെ, അക്വേഷ്യയുടെ ഒക്കെ കേസിൽ ഇങ്ങനെ വരുമ്പോ എന്ത് വരുന്ന അറിയാമോ? ഈ അറ്റത്ത് കാണുന്നതാണ് കുഞ്ഞി കുഞ്ഞി അക്വേഷ്യയുടെ ലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ പീറ്റിയോള്. ഈ കാണുന്ന ഭാഗമാണ് അതിന്റെ പീറ്റിയോൾ എന്ന് പറയുന്നത്. ആ പീറ്റിയോൾ എന്താകും? ആ പീറ്റിയോള് പതിയെ ഇതുപോലെ ലീഫായിട്ട് മാറും. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫില്ലോഡ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കുമ്പം, നമ്മൾ ഈ അക്കേഷ്യ പ്ലാന്റിന്റെ ചോട്ടിൽ പോയി നോക്കുമ്പോൾ ഇതാണ് താഴെ ചാടി കിടക്കണേ നമുക്ക് കാണാൻ പറ്റുക. മനസ്സിലായോ? നമുക്ക് എന്താ താഴെ ചാടി കിടക്കണായിട്ട് കാണാൻ പറ്റുന്നത്?
എന്താ താഴ്ചാടി കിടക്കണായിട്ട് കാണാൻ പറ്റുന്നത്? ഈ ഭാഗമാണ് താഴ്ചാടി കിടക്കണായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതാണ് അക്വേഷ്യയുടെ ലീഫ്. അല്ല കുട്ടികളെ, അക്വേഷ്യയുടെ ലീഫ് ആക്ച്വലി ആരാണ്? ഈ മുന്നിലുള്ളവരായിരുന്നു പാവങ്ങള്. എന്ത് ചെയ്യാൻ, വഞ്ചിക്കപ്പെട്ടു പോയി. അതുകൊണ്ട് അവര് കൊഴിഞ്ഞാദ്യമേ തന്നെ പോയി. മനസ്സിലായോ? അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക, എന്താണ് ഫില്ലോഡ് എന്നുള്ളത്. ഞാൻ എടുത്ത പേന കറക്റ്റ് ആണല്ലോ? യെസ്, ഓക്കെ. ഓക്കെ, അതുപോലെ തന്നെ ലീഫ്ലെറ്റ് ടെൻഡ്രിൽ ഉണ്ട്, അതിന് പി എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ലീഫ്ലെറ്റ് ഹുക്ക് ഉണ്ട്, അതായത് ഹുക്ക് പോലെ കാണിക്കുന്ന എന്താണ് പ്ലാന്റ്സും ഉണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇത് ഇത്രയും ഡീപ്പായിട്ട് ഇങ്ങനെ പോകേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഈ ഫില്ലോഡും ലീഫ് ബ്ലാഡറും പിക്ചറും സ്പൈനും അതുപോലെ തന്നെ ലീഫ് ടെൻഡറിലൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ മക്കളെ? ഇനി എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ നേരെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, കമന്റ് ബോക്സ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ടീച്ചർ തുറന്നിട്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അതിൽ വന്ന് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ നമ്മുടെ മോർഫോളജിയുടെ പേര് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ടീച്ചർ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം ഇന്ന് എന്റെ ക്ലാസ് കേട്ടിരുന്ന എന്റെ എല്ലാ കുട്ടികൾക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യണം. കാരണം നിങ്ങളുടെ കമന്റ്സ് വരുമ്പോഴാണ് എനിക്ക് ക്ലാസ് എടുക്കാൻ ഒരു ഊർജം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ക്ലാസ് പെൻഡിങ് ആക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ആരും കമന്റ് ഇടുന്നില്ല. ക്ലാസ് എങ്ങനെയുണ്ട്, ക്ലാസ് കൊള്ളാമോ, അങ്ങനെയൊന്നും ആരും പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് വന്നു ക്ലാസ് കണ്ടു പോകുന്നു. എനിക്ക് ശരിക്കും നമുക്കൊരു അപ്രീസിയേഷൻ ഞങ്ങൾ കിട്ടിയാലല്ലേ ഞങ്ങൾ എനർജി വരുള്ളൂ, എന്നാലല്ലേ ക്ലാസ് ഒക്കെ ഡും ഡും എന്ന് പോവുള്ളൂ. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യാ, അപ്രീസിയേഷൻ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള കമന്റ് ഇടുക. ഇൻ കേസ് ക്ലാസ് നിങ്ങൾക്ക് പറ്റുന്നില്ല, മോശമാണ്, അങ്ങനെയാണെങ്കിൽ അത് കിട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ രീതിയിൽ മെച്ചപ്പെടാൻ പറ്റുമല്ലോ, എനിക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. ഫീഡ്ബാക്ക് അല്ലെ, ഫീഡ്ബാക്ക് ആണ് ഒരു മനുഷ്യനെ നല്ല രീതിയിലാക്കി എടുക്കുന്നത്. അപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, കമന്റ് ബോക്സ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിടക്കുകയാണ്. ഓക്കെ, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. എച്ച് എ നാച്ചുറൽ സയൻസ് നമുക്ക് ഇത്തവണ മേടിക്കണം, മേടിച്ചേ പറ്റുള്ളൂ. എന്റെ കുട്ടികൾക്ക് ഞാനത് പ്രോമിസ് തന്നിരിക്കുകയാണ്, നമ്മള് ഇത്തവണ അത് നേടും. Okay, done. Okay, thank you so much, all of you. Bye bye. See you in the next class.